ചേട്ടൻ്റെ വീട്ടിൽ എത്ര ദിവസമായി ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടായി തുടങ്ങിയിട്ട്? ഇപ്പം 4 ദിവസമായി. നമുക്ക് കുടിക്കാനും കുക്ക് ചെയ്യാനും ക്യാൻ വാട്ടറെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ കുളിക്കാനും വാഷ്റൂമിൽ പോകാനും ഈ വെള്ളം തന്നെ ആശ്രയിക്കേണ്ടി വരും. വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിലിപ്പം പ്രായമായ 2 പേര് ചേർത്ത് 6 പേരുണ്ട്. 4 ദിവസമായിട്ട് ബുദ്ധിമുട്ടാണ്. അടുത്തുള്ള ഒരു കുഴൽക്കിണറുണ്ട്, അവിടെ നിന്ന് വെള്ളം കിട്ടും, പക്ഷേ നമുക്ക് കുക്കിങ്ങിനും കുടിക്കാനും അത് വലുതായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 4 പേരുള്ള വീട്ടിൽ ഈ കൊണ്ടുപോകുന്ന വെള്ളം മാത്രമാണ് ഏക ആശ്രയമല്ലേ ഇപ്പോൾ? അതെ അതെ അതെ. ഇന്നലെ രാത്രി എന്തോ ഒരു വണ്ടി വന്നെന്ന് പറഞ്ഞിരുന്നു. അത് രാത്രി ആയതുകൊണ്ട് വലുതായിട്ട് ആരും അറിഞ്ഞിട്ടുമില്ല. ഒരു ലോറി എന്തോ വന്നിരുന്നു വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് വലുതായിട്ട് ആരും അറിഞ്ഞിട്ടില്ലാത്തത് കാരണം രാവിലെ എല്ലാവരും ഇതുപോലെ പബ്ലിക് ടാപ്പ് എടുത്ത് ഇറങ്ങുകയാണ്. ഇതിപ്പോൾ കുളിക്കാനും വാഷ്റൂമിൽ പോകാനും മാത്രമാണ് ഈ വെള്ളം യൂസ് ചെയ്യുന്നത്. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത ക്യാൻ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതാണ് ഈ ബദൽ സംവിധാനമായി ഏർപ്പെടുത്തിയിരുന്ന വാട്ടർ ടാങ്കറുകൾ ഈ മേഖലയിലേക്ക് എത്തുന്ന അർദ്ധരാത്രിയോട് കൂടിയാണ്. പലരും ഉറക്കത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് ഈ ടാങ്കറുകളൊക്കെ തന്നെ ഇവിടേക്ക് വെള്ളവുമായി എത്തുന്നത്. അതിൽ നിന്ന് ആർക്കാണ് വെള്ളം ശേഖരിക്കാൻ സാധിക്കുന്നത്? പക്ഷേ അതായത് ഏറ്റവും അധികം അവർക്ക്, അതായത് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുമ്പോൾ ഈ രാവിലെ സമയം, അതായത് കുട്ടികളെയൊക്കെ സ്കൂളിൽ അയക്കുന്ന സമയം, ജോലിക്ക് വേണ്ടി ഓരോ വീടുകളിൽ നിന്ന് ആളുകൾ പോകുന്ന സമയമൊക്കെ എന്ന് പറയുന്നത് ഈ രാവിലെ സമയമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ പുലർച്ചയോട് കൂടിയെങ്കിലും ഈ ടാങ്കറുകളിൽ ഇവിടേക്കൊക്കെ തന്നെ വെള്ളം എത്തിച്ചിരുന്നുവെങ്കിൽ ഇവർക്കത് ശേഖരിക്കാനും ഇവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നിറവേറ്റാനും സാധിക്കുമായിരുന്നു. ഇത് പക്ഷേ ഈ ടാങ്കറുകൾ ഇവിടേക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ഉറങ്ങിയതിനു ശേഷമാണ് ഈ ടാങ്കറുകൾ കൊണ്ടുവരുന്നത്. നമ്മുടെ യൂട്യൂബിലെ പ്രേക്ഷകരുടെ കമന്റ് കൂടി വായിക്കണം. കമന്റ് വേറൊന്നുമല്ല, തിരുവനന്തപുരത്തുള്ള ആളുകളെ കമന്റുകളാണ് വായിക്കുന്നത്. നോക്കൂ, ജിബിനി ഇപ്പോൾ ആറ്റുകാലിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വട്ടിയൂർക്കാവിൽ വെള്ളമില്ല. SP അദ്ദേഹത്തിന് പൂർണ്ണ പേരൊന്നും എനിക്കറിയില്ല. SP അദ്ദേഹം പറയുന്നു വട്ടിയൂർക്കാവിൽ വെള്ളമില്ല, വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. രാധാകൃഷ്ണൻ നായർ പറയുന്നുണ്ട് തിരുവനന്തപുരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നും വെള്ളമില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെ കുറെ പ്രേക്ഷകർ, ഒപ്പം തന്നെ രഘുനാഥ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം തിരുമുല്ലാവാരത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ വെള്ളമില്ല, പൈപ്പ് പൊട്ടിയാൽ പിന്നെ നോക്കുക വേണ്ട എന്നുള്ള കാര്യം പറയുന്നു. ഒപ്പം ഫീനിക്സ് തലസ്ഥാനത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെ ഒരുപാട് പേര് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ എന്നുൾപ്പെടെ കാര്യം പറയുന്നുണ്ട്. കാരണം ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പ്രശ്നം ഇത് മറ്റെവിടെയുമല്ല, ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടിപ്പുറത്താണ് നടക്കുന്നതൊക്കെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ചുറ്റും എന്നുള്ളതാണ്. ഒരു പക്ഷേ നമുക്കറിയാം, ഏതെങ്കിലുമൊക്കെ ഗ്രാമങ്ങളിലാണെങ്കിൽ അങ്ങോട്ടേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ വിചാരിക്കുന്നത്, നഗരത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവം, അതും തലസ്ഥാന നഗരിയിലാണ്. ജിബിൻ, തന്നെ പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പണികൾ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പ്, ഏകദേശം ഒരു 5-6 മാസം കൊണ്ട് മുൻപ് തന്നെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ തന്നെ വലിയ രീതിയിൽ പല ഭാഗങ്ങളിൽ ബാധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഇപ്പോൾ അക്ഷയ പറഞ്ഞ സ്ഥലങ്ങൾ തന്നെ വട്ടിയൂർക്കാവ് ഭാഗത്തൊക്കെ തന്നെ നേരത്തെയും ഈ പ്രശ്നങ്ങളുണ്ടാകുകയും നമ്മൾ ഉൾപ്പെടെ അവിടെ പോയി വാർത്തയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അന്നൊക്കെ ഇവർ പറഞ്ഞു, അതായത് അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച മറുപടി എന്ന് പറയുമ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് പണികൾ നടക്കുന്നത് കൊണ്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുന്നത്, അതുടൻ പരിഹരിക്കുമെന്നാണ് അവർ അന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നതെന്ന് പറയുമ്പോൾ ഈ സ്മാർട്ട് സിറ്റി പണി നടന്ന് തിരുവനന്തപുരം സിറ്റി സ്മാർട്ടാവുകയല്ല ചെയ്തത്. പക്ഷേ തിരുവനന്തപുരം സിറ്റിക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതിൽ പലതും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ, അതായത് ഈ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും തന്നെ ഈ ഒരു തരത്തിലേക്ക് മുൻപൊന്നും എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത്രയും തരത്തിൽ, അതായത് ഏകദേശം 5 ദിവസത്തോളം പൂർണ്ണമായി വെള്ളം മുടങ്ങുക എന്ന് പറയുന്ന കാര്യം വെറും ഒരു നിസ്സാര കാര്യമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. ചേട്ടാ, ഇത് നിങ്ങളുടെ അനുഭവത്തിലേക്ക് തന്നെ മുമ്പ് ഇങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്? അതായത് ഈ 5 ദിവസത്തോളം വെള്ളം 5 ദിവസം വന്നില്ല, ഒരു ദിവസമൊക്കെ ചിലപ്പോൾ അവർ നേരത്തെ അറിയിക്കും, മെസ്സേജ് ഇടും. ഇപ്പം മെസ്സേജൊന്നുമില്ല, എന്ന് വെള്ളം വരുമെന്നും പറഞ്ഞിട്ടില്ല. പത്രത്തിൽ കാണുന്നത് ഇന്നലെ മാത്രം മന്ത്രി പറഞ്ഞെന്ന് പറയുന്നത്, ഇന്ന് രാവിലെ വരുമെന്ന്. അത് വന്നില്ല, ഇതുവരെ എത്തിയിട്ടില്ല. ഈ വെള്ളം മുടങ്ങുമെന്ന് നിങ്ങൾക്ക് മുൻപ് അറിയിപ്പും കിട്ടിയിട്ടില്ല? അങ്ങനെയൊന്നും ആരും ഇതുവരെ അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ആരിൽ കുപ്പിവെള്ളം പോലും കിട്ടുന്നില്ല. അപ്പോൾ ഈ പരിസരത്തുള്ള കടകളിലെല്ലാം തീർന്നു കുപ്പിവെള്ളം. ഇനിയിപ്പോൾ ഞായറാഴ്ച ഇന്ന് വരാൻ സാധ്യതയില്ല, നാളെ വരുള്ളൂ. പക്ഷേ അതാണ്, അതായത് ഇവിടെ ഈ വീട്ടിലെ ആവശ്യങ്ങൾക്ക്, പ്രാഥമിക ആവശ്യങ്ങൾക്ക് കുടിക്കാനും ഒക്കെ തന്നെ ഇവർ കടകളിൽ നിന്നുള്ള കുപ്പിവെള്ളങ്ങളാണ്, 20 രൂപയ്ക്കൊക്കെ ലഭിക്കുന്ന കുപ്പിവെള്ളങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലും ഇപ്പോൾ കടകളിൽ നിന്ന് ലഭിക്കാത്ത അവസ്ഥയാണ്, കിട്ടാൻ പറ്റാത്ത അവസ്ഥ. അല്ലെങ്കിൽ തന്നെ എത്ര കുപ്പിവെള്ളം മേടിച്ചിട്ട്, എത്ര കുപ്പിവെള്ളം വാങ്ങിയിട്ട് ഒരു ദിവസം ഒരു വീട്ടിൽ വേണ്ട ആവശ്യങ്ങൾ ചെയ്തു തീർക്കാനാകുമെന്നുള്ളതാണ്. കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, എന്തിനു പറയണം, ടോയ്ലറ്റിൽ പോകാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. സ്ത്രീകളുടെയൊക്കെ ബുദ്ധിമുട്ട് അവിടെയുള്ള പുരുഷന്മാർ വരെ കണ്ടറിഞ്ഞ് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുകയാണ്. എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ഈ 4 ദിവസം പിന്നിടുമ്പോൾ എന്നുള്ളതാണ്.